തൊണ്ടി മുതലായ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയെന്ന കേസിൽ ഇടത് MLA ആയ ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനായത് ഇന്നലെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ്. അങ്ങനെയൊരു അന്തരീക്ഷത്തിലേക്കാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി CBI അന്വേഷണ ശുപാർശ എന്ന വാർത്ത പുറത്തുവരുന്നത്. പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള പുനർജനി പദ്ധതിക്കായി VD സതീശൻ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചു എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. വിദേശത്ത് നിന്ന് ഫണ്ട് കേരളത്തിലേക്ക് എത്തിച്ചത് ചട്ടവിരുദ്ധമായാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് CBIയെ നിയോഗിക്കുന്നതാണ് ഉചിതമെന്നാണ് വിജിലൻസിന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് VD സതീശനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയത്. 3 കാര്യങ്ങളിൽ CBI അന്വേഷണം വേണമെന്നാണ് വിജിലൻസ് ശുപാർശയിൽ പറയുന്നത്. FCRA നിയമത്തിന്റെ ലംഘനം, സ്വകാര്യ സന്ദർശനത്തിന് അനുമതി വാങ്ങി UK-യിൽ പോയി ഫണ്ട് പിരിവ് നടത്തി, കേരളത്തിലെ അക്കൗണ്ടിലേക്ക് ഫണ്ട് എത്തിച്ചതിലെ ക്രമക്കേട്, ഇക്കാര്യങ്ങൾ അന്വേഷിക്കാനാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം നിയമസഭയുടെ റൂൾ ഓഫ് പ്രൊസീജിയേഴ്സിലെ അനുബന്ധം 2 റൂൾ 41 പ്രകാരം സ്പീക്കറുടെ നടപടിക്കും ശുപാർശയുണ്ട്. യോഗേഷ് ഗുപ്ത ഡയറക്ടറായിരിക്കെ 1 വർഷം മുമ്പാണ് വിജിലൻസ് ഈ ശുപാർശ നൽകിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത്രയും നാൾ മുഖ്യമന്ത്രി ഈ ശുപാർശയിൽ നടപടിയെടുക്കാഞ്ഞത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഏതായാലും വിജിലൻസിന്റെ നടപടിയോട് പരിഹാസത്തോടെയാണ് VD സതീശൻ പ്രതികരിച്ചത്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പൊ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാതെ കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്ന് കൂടി ഒന്ന് പറഞ്ഞു. വിദേശ ഫണ്ട് ഇടപാടിൽ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിലാണ് CPM. ഞങ്ങളിപ്പോൾ ഒരു ഡിമാൻഡ് പോലെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ് ഉചിതമായ, പ്രത്യേകിച്ച് വിദേശവും പണവും വിദേശ പണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയമപ്രശ്നങ്ങളും ഒക്കെ ഗവൺമെന്റിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഗവൺമെന്റ് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക. UK-യിൽ നിന്ന് VD സതീശൻ സമാഹരിച്ച 22,500 പൗണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷനിലേക്കാണ് അയച്ചത്. UK-യിലെ ചടങ്ങിൽ പ്രളയബാധിതരായ സ്ത്രീകളുടെ പുനരധിവാസത്തിന് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടുന്ന VD സതീശന്റെ ദൃശ്യങ്ങളും വിജിലൻസ് റിപ്പോർട്ടിനൊപ്പമുണ്ട്. 2020-ൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സംസ്ഥാനത്ത് CBIക്ക് പൊതു അനുമതി നൽകണ്ട എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. പിന്നീട് അതിൽ തുടർ നടപടി ഉണ്ടായോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ഏതായാലും അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ നൽകിക്കൊണ്ട് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം VD സതീശനെതിരായ CBI അന്വേഷണ ശുപാർശയും രാഷ്ട്രീയ കേരളത്തിൽ കൊടുമ്പിരി കൊണ്ട ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.